അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു പുസ്തകമായിട്ട് കർത്താവ് എന്നെ എൻ്റെ അടുക്കൽ അയച്ചു. അപ്പൊ ആ പുസ്തകം തരുന്ന അവസരത്തില് ആ പ്രിയ വ്യക്തി എന്നോട് പറഞ്ഞു, മോളെ ഈ പുസ്തകം വായിക്കണം, മോൾ എഴുന്നേറ്റ് നടക്കും പറഞ്ഞു. എന്തുകൊണ്ടിത്തരം ഒരവസ്ഥ നേരിട്ടുവെന്ന് നിരാശയിൽ നിന്നും പൊങ്ങി വന്നതാ. അവളുടെ ചോദ്യത്തിന് ഉത്തരവുമായി ചാരേ എത്തി, പ്രത്യാശയും ജീവമൊഴികളുമായി ക്രിസ്തേശുനാഥൻ. അങ്ങനെ 25ഓളം കവിത എഴുതി. കർത്താവിന്റെ കൃപയാൽ 14ഓളം പാട്ടുകൾ എഴുതി. 14ഓളം പാട്ടുകൾ എഴുതി. അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. അപ്പൊ നല്ല പ്രകാശമുള്ള ഒരു ആകാശത്ത് വൃത്തനായ ഒരു മനുഷ്യൻ നിൽക്കുന്നത്. അപ്പൊ ഈ പുരോഹിതന്മാരൊക്കെ ധരിക്കുന്ന വേഷം പോലുള്ള ഒരു വേഷം ഇട്ടുണ്ട്, കാൽപാദം വരെ ഇറക്കമുണ്ട്. അപ്പൊ ആ കാഴ്ച ഞാൻ ഇനി അമ്മയെ വിളിച്ച് കാണിക്കുക, ജനാലയിലൂടെ കാണിക്കുക, അമ്മേ അങ്ങോട്ട് നോക്ക് കണ്ടോന്നും പറഞ്ഞ് സന്തോഷത്തോടെ കാണിക്കും. പക്ഷെ അതിന്റെ അർത്ഥം എന്തുവാന്ന് മനസ്സിലായില്ല. ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്തുവാന്ന്.